സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഇന്നുള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ആലത്തൂരിൽ വിജയം ഉറപ്പിച്ചതായാണ് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ആലത്തൂർ LDF സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ കൂടെയാണ്. എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ഊർജിതമായി തന്നെയാണ് ആലത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യഘട്ട പ്രചാരണം എവിടം വരെ എത്തി, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും അസംബ്ലി മണ്ഡലങ്ങളിലെയും പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. 1-2 വട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. പൊതുവെ പ്രവർത്തകരെല്ലാം നല്ല സജീവമാണ്. ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനങ്ങളും നല്ലപോലെ നടന്നുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുൻകൂട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് 18ാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെന്റിലെ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു. അങ്ങനെ കുറവായിരുന്നെങ്കിലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന പല നിയമനിർമ്മാണങ്ങളും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും ഒക്കെയായുള്ള നിയമനിർമ്മാണങ്ങൾക്കെതിരായി കൊണ്ട് ശബ്ദിക്കാൻ അവിടെ ഇടതുപക്ഷമുണ്ടായിരുന്നു. അതുപോലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കൊണ്ടും വലിയ പോരാട്ടം നടത്തി. പക്ഷെ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഉയർന്നു കേട്ട ഒരു കാര്യമാണ്, ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ കുറെ കൂടി കൂടുതൽ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലായിരിക്കണം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കടമ. അപ്പം ആ കടമ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ 20 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇത് കൺവിൻസ് ചെയ്യാൻ ഈ വോട്ടർ ഇടതുപക്ഷം കേന്ദ്രത്തിൽ വരേണ്ടതിന്റെ, പാർലമെന്റിൽ കൂടുതൽ അംഗങ്ങൾ വരേണ്ടതിന്റെ ഒരു ആവശ്യകതയൊക്കെ കൂടുതൽ അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, വികസനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ? അത് രണ്ടും വരും. ഇത് പ്രധാനമായിട്ട് ജനങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ജനങ്ങളുടെ അനുഭവമല്ലേ. കഴിഞ്ഞ 17ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രൂപീകരിക്കപ്പെട്ട പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളുടെ ഇടപെടൽ ആളുകൾ കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ തന്നെ തീരുമാനിച്ചത് മറ്റേതൊരു പ്രതിപക്ഷ പാർട്ടികളും ഇടപെടുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ വളരെ എണ്ണം കുറഞ്ഞ ഇടതുപക്ഷ കക്ഷികൾ അവിടെ ഇടപെടുകയുണ്ടായി. അപ്പോൾ കുറച്ച് കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെയാണ് അന്നൊക്കെ ചർച്ച ചെയ്തത്. തന്നെയല്ല, ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ആവശ്യകത കൂടുതൽ ആളുകൾക്കും ബോധ്യമുണ്ട്. കാരണം ശരിയായ നിലപാടുകൾ തങ്ങളുടെ ജീവിതത്തിലെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് ഏത് കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ ആളുകൾക്കത് പറയാൻ കഴിയും. ജനവിരുദ്ധ നയങ്ങളാവട്ടെ, അതുപോലെ തന്നെ ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങളാവട്ടെ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പമാവട്ടെ, വ്യക്തികളുടെ സ്വാതന്ത്ര്യം, അതെല്ലാം തന്നെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശയം. മനുഷ്യനെ സങ്കുചിതമായി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രശ്നം. ആ രീതിയിലാണ് ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. വർഗീയമായിട്ട് ധ്രുവീകരിക്കുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് പോവുകയാണ്. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോക്കിക്കാണുന്നതെങ്കിൽ നമ്മുടെ രാജ്യം വികസിക്കുകയാണോ ചെയ്യുന്നത് അതോ തകരുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വലിയ വികസനം കൊട്ടിഘോഷിക്കുമ്പോഴും സാധാരണ മനുഷ്യന്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുകയാണ്.